നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ക്രൂരതകൾ സമാനതകളില്ലാത്തതാണ്. പല പെൺകുട്ടികളെയും ചൈനയിലേക്ക് കാശിന് വിൽക്കുകയാണ്. പാകിസ്ഥാൻ സ്വതന്ത്രയായതിനു ശേഷം പാകിസ്ഥാനിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകൾ നമുക്ക് ഒരിക്കലും ചെവി തുറന്നു വെച്ച് കേൾക്കുവാൻ സാധിക്കില്ല. നെഞ്ചുലയ്ക്കുന്നതാണ്, നെഞ്ച് തകർക്കുന്നതാണ്. അതിൽ ഏറ്റവും പുതുതാണ് ഈ മൈനോറിറ്റി ഭാഗത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ചൈനയിലേക്ക് കാശിന് വിൽക്കുന്നു എന്ന വാർത്ത. അത്യധികം ക്രൂരമായ അവസ്ഥയാണ് ചൈനയിൽ പോയതിനു ശേഷവും അവർക്ക് നേരിടേണ്ടി വരുന്നത്. പല പെൺകുട്ടികളെയും വിവാഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും കൊണ്ടുപോകുന്നതെങ്കിലും പിന്നീട് അവിടെ ചെന്ന് പ്രോസ്റ്റിറ്റ്യൂഷനും അടിമകളൊക്കെ ആക്കിയാണ് ഇവരെ ഉപയോഗിക്കുന്നത്. അത്രമേൽ ക്രൂരമായിട്ടാണ് പല പെൺകുട്ടികളും, അത്രമേൽ ക്രൂരമായ സാഹചര്യത്തിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടി വരുന്നത്. അവരുടെ ട്രോമയെക്കുറിച്ച് നമ്മളൊന്ന് കേട്ടാൽ നമുക്ക് ചെവി തുറക്കാൻ കഴിയില്ല. പിന്നീട് നമ്മുടെ ഹൃദയം സ്തംഭിച്ചു പോകും. അത്രമേൽ ക്രൂരമാണ് അവരനുഭവിച്ചു പോകുന്ന, അവർ കടന്നു പോകുന്ന സാഹചര്യം. പാകിസ്ഥാനിൽ എപ്പോഴും അങ്ങനെയാണ്. മൈനോറിറ്റികൾ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഒരു പ്രഭാതം പുലർന്നാൽ അടുത്ത ആ രാവന്തിയോളം അവർക്ക് ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ ആശങ്കയോടുകൂടിയാണ് ജീവിക്കേണ്ടി വരുന്നത്. അത്രമേൽ മൈനോറിറ്റികൾ ആക്രമിക്കപ്പെടുന്നു. ഇനിയിൽ കാശ്മീരിൽ സമാനമായ അവസ്ഥയിൽ കൂടി ദുർബല വിഭാഗങ്ങൾ കടന്നുപോയിട്ടുണ്ട്. കശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നതിന് മുന്നേ അവരുടെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുകയും അവരുടെ ആൺകുട്ടികളെ കൊന്നൊടുക്കുകയും ചുടുചോറ് വാരി കഴിച്ച് ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടായിരുന്നു കശ്മീരി പണ്ഡിറ്റുകൾക്ക്. സമാനമോ അതിലും 10 മടങ്ങ് ക്രൂരമായോ അവസ്ഥയിലാണ് പാകിസ്ഥാനിൽ ഓരോ ദിവസവും അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ അവരുടെ പെൺമക്കളെ കാശിന് വിൽക്കേണ്ടി വരുന്നു ചൈനയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും. ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ നടുക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസമാണ് യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡൻ്റായ ഖാജ കലാസ് പാകിസ്ഥാനിലെത്തിയത്. അവരോട് പാകിസ്ഥാനുമായിട്ടൊരു പ്രിഫറൻഷ്യൽ ട്രേഡ്, പാകിസ്ഥാനുമായിട്ട് ഒരു സ്വതന്ത്ര വ്യാപാര കരാറോ ഏതെങ്കിലും തരത്തിലുള്ളൊരു വ്യാപാര കരാറോ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതിയോ ഒക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കച്ചവട ബന്ധം നിലനിന്ന് പോകണമെങ്കിൽ പാകിസ്ഥാൻ ഇനി ഒരു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, ഒരു മൈനോറിറ്റി റൈറ്റ്സ്, അവിടുത്തെ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ട അവകാശങ്ങളുടെ മേൽ ഒരു കൃത്യമായ നിയമനിർമ്മാണം വേണം, അവരുടെ തൊഴിലാളികൾക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തണം. ഇങ്ങനെ പല കാര്യങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും നടപ്പിലാക്കുവാൻ പാകിസ്ഥാന് കഴിയില്ല. പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുകയുമില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഇത് പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇത് പറഞ്ഞതിന് ശേഷം നേരെ പോയത് കശ്മീർ വിഷയത്തിലേക്കാണ്. കശ്മീർ വിഷയത്തിലേക്ക് ഇടപെടുകയും കശ്മീരിൽ ഇന്ത്യ കാണിക്കുന്നത് മോശമാണ് എന്ന തരത്തിലുള്ള പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ത്യ അത് വളരെ ശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും നടപ്പിലാക്കിയെടുക്കുവാൻ അത് യൂറോപ്യൻ യൂണിയൻ പറയുന്ന മാതൃകയിലല്ല. വളരെ സുരക്ഷിതമായിട്ടാണ് ഇന്ത്യയിൽ കാശ്മീരിൽ അവിടുത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ജീവിക്കുന്നത് എന്ന് തുറന്നു പറയുകയുണ്ടായി. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി ഇക്കാര്യം ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പാകിസ്ഥാനിൽ വന്ന ഖാജ കലാസ് തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. എന്തായാലും യൂറോപ്യൻ യൂണിയൻ തന്നെ ഇത് തിരുത്താനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും പാകിസ്ഥാൻ പറയുന്ന കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞ, ഇത്തരത്തിലുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് നേരെ ശക്തമായ അമർഷം തന്നെയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് അധിക നാൾ ഇത്തരത്തിൽ പാകിസ്ഥാന് പറയുവാനുള്ള ഒരു അവസരം ഇന്ത്യ ഉണ്ടാക്കി കൊടുക്കില്ല. ഈ അടുത്ത സമയത്താണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി, പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ്. 12ഓളം ഭീകരവാദ സംഘടനകളുള്ള അത്യധികം ഭയാനകമായ ലോകത്തിലെ ഭീകരവാദ രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ എന്ന് തുറന്നു പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഹേഗ്സേത്ത്, അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയായ ഹേഗ്സേത്ത് ഷാങ്ഗ്രില ഡയലോഗിൽ വെച്ച വളരെ കൃത്യമായി പറയുകയുണ്ടായി, ഇന്ത്യ ഏത് തരത്തിലുള്ള മിസൈൽ പരീക്ഷണം നടത്തിയാലും, അഗ്നി 6 അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചാലും, അത് പരീക്ഷിച്ചാലും നടപ്പിലാക്കിയെടുത്താലും തന്നെ അമേരിക്കയ്ക്കെന്നല്ല ലോകത്തിലെ ഒരു രാജ്യത്തിനും അതിനോട് ഒരു തരത്തിലുള്ള വിരോധവും ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുകയുണ്ടായി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ്.
അത് യൂറോപ്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റിന് എങ്ങനെയാണ് മാറിയത് എന്ന് അറിയില്ല. എന്തായാലും പാകിസ്ഥാൻ്റെ ഈ കള്ളത്തരത്തിൽ മുങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയതിന് ഇന്ത്യ നിശ്ചിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ബ്രിട്ടനോ അല്ലെങ്കിൽ ഫ്രാൻസിനോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായമില്ല. കാരണം അവരെല്ലാവരും തന്നെ ഇന്ത്യയോട് സഹകരിക്കാൻ തയ്യാറാണ്. ഭാരതം എല്ലാ കാലത്തും ജനാധിപത്യ സംസ്കാരം ഊന്നിപ്പറയുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത രാജ്യമാണ് എന്ന് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ അടുത്ത സമയത്തും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ വിശ്വാസവുമാണ്. ചൈനയാണ് ഈ അടുത്ത സമയത്ത് അവരെല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞത്. ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിനെതിരെ ശക്തമായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാരതവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ തയ്യാറുമാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് കരാർ ഭാരതം ഉണ്ടാക്കിയെടുത്തു. ഭാരതത്തിനോട് ഇത്തരത്തിലുള്ള ഒരു മൈനോറിറ്റി റൈറ്റ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ലേബർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഇതൊന്നും തന്നെ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞില്ല. മറിച്ച് പാകിസ്ഥാനോട് ഇത് പറയുകയും ചെയ്തു. അപ്പോൾ യൂറോപ്യൻ യൂണിയന് വ്യക്തതയുണ്ട് ഭാരതം സ്വീകരിക്കുന്ന നയത്തിൽ. അതുകൊണ്ട് തന്നെ ഭാരതത്തിനെതിരെ എന്തെങ്കിലും തന്നെ ഒരു തുടർ നടപടികൾക്ക് സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ മൈനോറിറ്റി റൈറ്റ്സും ലേബർ പ്രൊട്ടക്ഷനും ഒന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അത് കീപ്പ് ചെയ്ത് വരുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതിൻ്റെയൊക്കെ പരമാർത്ഥം പുറത്തു വന്നിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മളിത് ഈ വാർത്തയുടെ ആദ്യ സമയങ്ങളിൽ സൂചിപ്പിച്ചതും. ക്രിസ്ത്യൻ മൈനോറിറ്റികൾ വളരെ വലിയ ആക്രമണങ്ങൾ നേരിടുന്നു എന്ന്. എന്തായാലും ഇത് ഒരു കാരണവശാലും ലോകത്തിന് അംഗീകരിച്ചു കൊടുക്കുവാൻ പറ്റില്ല. ലോകം വളരെയധികം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ ഇതിനോടൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനെ അടിമുടി ചുട്ടുകരിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു രാജ്യം ലോകത്ത് നിലനിൽക്കാൻ തന്നെ പാടില്ല. ഇനി അടുത്ത സമയത്ത് തന്നെ പാകിസ്ഥാനിൽ അത്തരത്തിലുള്ളൊരു ദുര്യോഗം ഉണ്ടാകുകയും ചെയ്യും. കാരണം പാകിസ്ഥാൻ 3ഓ 4ഓ ഒക്കെ കഷ്ണങ്ങളായിട്ട് മുറിയാനുള്ള സാധ്യതയുണ്ട്. POK ഭാരതത്തിനോടൊപ്പം പോവുകയും ബലൂചിസ്ഥാൻ മറ്റൊരു രാജ്യമാവുകയും ഒക്കെ ചെയ്യും. പാകിസ്ഥാൻ ഇതിനോടൊക്കെ തന്നെ രണ്ടായി മാറിയ ഒരു രാജ്യമാണ്. ബംഗ്ലാദേശ് എന്ന രാജ്യം പാകിസ്ഥാനിൽ നിന്ന് രൂപം കൊണ്ട ഒരു രാജ്യമാണ്. ഇത്തരത്തിൽ തന്നെ പാകിസ്ഥാൻ ഇനിയും മുറിക്കപ്പെടും. കാരണം അത്രമേൽ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ 42% ഭീകരവാദ കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദികളെ എന്തായാലും അജ്ഞാതർ കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. കാരണം പാകിസ്ഥാൻ എന്നൊരു രാജ്യവും അതിലെ ഭീകരവാദികളും ലോകത്തിന് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഉന്മൂലനം ചെയ്യേണ്ടത്, ഈ രാജ്യത്തെ പലതായി തീർത്ത് കെട്ടേണ്ടത്, പലതായി വിഭജിച്ച് മാറ്റി നിർത്തേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അവിടുത്തെ മൈനോറിറ്റി ഗേൾസ് അനുഭവിക്കുന്ന, ക്രിസ്ത്യൻ മൈനോറിറ്റി പെൺകുട്ടികൾ അനുഭവിക്കുന്ന നരകയാത ഇനി ഒരിക്കലും മറ്റൊരു പെൺകുട്ടികൾക്കും ഉണ്ടാകുവാൻ പാടില്ല.